Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palm. Play with me like that. Hi guys, welcome back to Cuddle Cloud. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൈറ്റിൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ട് ഓവറാക്കുന്നില്ല. നമ്മൾ പുതിയൊരു ഫോൺ എടുക്കാൻ പോവുകയാണ്. ആൻഡ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്നേ വരെ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതിന് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 10 ദിവസം പിന്നാലെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയൊരു ബാക്ക് സ്റ്റോറി പറയാം, എന്നാലേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സോ കഥ തുടങ്ങുന്നത് പാലക്കാട് ഓക്സിജനിൽ വെച്ചിട്ടാണ്. ഞാൻ ഈ ഒരു മാസം ഒരു ഐപാഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 14-ാം തീയതി ഞാനൊരു ഐപാഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, വേറൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഫസ്റ്റ് അന്വേഷിക്കാൻ പോയത് ഓക്സിജനിലോട്ടായിരുന്നു. അപ്പോൾ ഓക്സിജനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. ആ ആൾക്ക് ഹജീനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് ഇങ്ങനെ സംസാരിച്ച് ഐപാഡ് അവിടെ ഉണ്ടായിരുന്നില്ല, അത് വേറെ അവിടെ പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഐഫോണിൻ്റെ കാര്യം ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വി വർ ലൈക്ക് ഓക്കെ, ഓക്സിജനിൽ ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല, എന്നാൽ പിന്നെ ഇവിടെ തന്നെ കിട്ടുമെങ്കിൽ ഇവിടെ തന്നെ ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു ഐഫോൺ എടുക്കുന്നത് എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വെറുതെ നോർമൽ യൂസിനായിട്ടല്ല, വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 19 അല്ലെങ്കിൽ 20 ഇറങ്ങുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓക്കെ നോ വെറി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ആൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വേറോട് ബുക്ക് ചെയ്യാനോ വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കിയില്ല. ഇവിടെ നിന്ന് കിട്ടുമെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഫാസ്റ്റ് ഫോർവേഡ് ടു 19-ാം തീയതി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്സിജനിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ബ്രാഞ്ചായിരുന്നു എടുത്തത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പാലക്കാട് 2 പ്രോ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അപ്പോൾ അത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഇപ്പം തന്നെ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ പോകാൻ നിന്നില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ മറ്റേ ഷോർട്സിൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പട്ടി ചന്തയ്ക്ക് പോയതിൻ്റെ ബാക്കി പാർട്ട് 2 വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പർപ്പസിനായിരുന്നു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. എന്നിട്ട് അവിടെ എത്തി ഞാൻ വലിയ കാര്യത്തിൽ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുള്ള് സെറ്റായിരുന്നു. ആദ്യം ഞാൻ ആ ക്ലിപ്പ് കാണിച്ചു തരാം, കണ്ടു നോക്കിയിട്ട് വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. വലിയ കാര്യത്തിലൊരു ഇൻട്രോ എടുക്കാനിരുന്നാണ്, കറക്റ്റ് സമയത്ത് അജയേട്ടൻ വന്നു. സോ ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഐഫോൺ എടുക്കാൻ പോവാണ്, പുതിയ ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഐഫോൺ 17 പ്രോ എടുക്കാമെന്നാണ്. ഇപ്പോൾ ഓക്സിജനിൽ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇന്ന് കുറച്ച് നല്ല പോലെ വീഡിയോ എടുക്കണം. അതായത് എല്ലാ തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പുറത്തെത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള മടി കാരണം എന്താ പറയുക, കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് ക്ലിപ്പ് എടുക്കും. അപ്പോൾ വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യണ സമയത്ത് എന്താ പറയുക, വീഡിയോ ഒരു രസം ഉണ്ടാവില്ല. സോ ഇന്ന് നല്ല രീതിയിൽ കുറച്ച് സ്റ്റേബിളായിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കയറി കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. കണ്ടില്ലേ, ഞാൻ എന്താ പറയുക, കാറിനകത്തിരുന്ന് വോയിസ് ഓവറൊക്കെ ചെയ്ത് ഉള്ളി പോയി വീഡിയോ എടുക്കാൻ ഫുൾ പ്രിപ്പറേഷനിലായിരുന്നു പോയത്. ഉള്ളി പോയി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരാൾ ഐഫോൺ 17 ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ലൈനായിരിക്കും, എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത്, എൻ്റെ അടുത്ത് അജീയുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, അവരുടെ പൊട്ടിച്ചതിന് ശേഷം നമ്മളെ വിളിക്കുന്നൊക്കെയായിരുന്നു. അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അടുത്ത് വന്നിട്ട് എടാ പ്രോ വന്നിട്ടില്ലടാ, ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരൂന്ന്. എനിക്കാണെങ്കിൽ ആകെപ്പാടെ വല്ലാതെ, അതായത് നമ്മൾ പുതിയൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തലേ ദിവസം മുതൽ അയ്യോ നാളെ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ പോണത്. അവിടെ എത്തി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്രാവശ്യം ഐഫോൺ കിട്ടാൻ നല്ല പാടായിരുന്നു, എല്ലാവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പീസസേ വരുള്ളൂ എന്നൊക്കെ. പക്ഷേ നമ്മളൊരു കസ്റ്റമർ പോകുമ്പോൾ സാധനം കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മൾ വേറെ എന്താ പറയുക പ്ലാൻ ബി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സാധനം ക്യാൻസൽ ചെയ്തു. ഏറ്റവും വലിയ രസം അതൊന്നുമല്ല, എന്നാൽ പിന്നെ ഉള്ളി കയറി കണ്ടപ്പോൾ തന്നെ സാധനം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ, അവരാണെങ്കിൽ ഇരിക്കും വെയിറ്റ് ചെയ്യൂന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ അയ്യോ കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെ സാധനം ഇല്ല എന്ന് പറയാമെന്ന്. എന്തോ ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ പോലെയാണ് പറയുക. ഇത് കമ്പനിയുടെ പ്രോപ്പർട്ടി അല്ലേ, അതില്ലെങ്കിൽ ഇല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അന്നാണെങ്കിൽ മനസ്സ് മൊത്തം ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, ഫോൺ കിട്ടും. എന്നിട്ട് ഞങ്ങൾ മൈജി
ചെന്നൈ മൊബൈൽസ്, CM മൊബൈൽസ്, റിലയൻസ്, അജ്മൽ ബിസ്മി, പിന്നെ പേരറിയാത്ത കുറേ ചെറിയ ചെറിയ കടകൾ എല്ലാവിടെയും കയറി അരിച്ച് പെറുക്കി. അതിൻ്റെ ക്ലിപ്പ് ഞാൻ അടുത്ത് കാണിച്ചു തരാം. തനി പോളത്തരം കാണിച്ചു, ചെറ്റത്തരം കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെന്നൈ മൊബൈൽസിൽ വന്നിരിക്കുകയാണ്. എന്താ അവസ്ഥ നോക്കാം. റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. കിട്ടുമോ? റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുമെന്നറിയില്ല. അവർ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ബട്ട് ആദ്യം നമ്മൾ ചെന്നൈ മൊബൈൽസിലാണ് പോയത്. അവിടെ സാധനം കിട്ടിയില്ല. നമ്മളവിടെ പ്രീ ബുക്ക് ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ മൈജിയും അജ്മൽ ബിസ്മിയും പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ കടയും എല്ലാവിടെയും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. കാരണം ഇതേ ടൈമിൽ വേറെ വല്ലതും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ആ ഓക്സിജൻ എന്ന് പറഞ്ഞ വൃത്തികെട്ട കട കാരണമാണ് നമുക്ക് ഫോൺ കയ്യിൽ കിട്ടാനായിട്ട് ഇത്രയും ലേറ്റ് ആയത്. ഓറഞ്ച് ഒന്ന് മാറ്റി വെക്കണേ. ഞങ്ങളിതാ പാലക്കാട് തന്നെ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കടയിൽ ഒരു ഓറഞ്ച് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം അജിക്ക് ഏത് കളർ ആയാലും കുഴപ്പമില്ല, ബ്ലൂ ആയാലും കുഴപ്പമില്ല. പക്ഷെ എനിക്കായിരുന്നു ഓറഞ്ച് അല്ലെങ്കിൽ സിൽവർ എന്ന് പറഞ്ഞ് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം നമ്മളൊരു ഓറഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ മൈജിയിൽ പോയി ആ ഒരു ബ്ലൂവും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം സെറ്റ് ആയില്ല. പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അങ്ങനെ എന്താ പറയുക, നമ്മളൊരു കടയിൽ കയറി ഫോൺ വാങ്ങി വരുന്നു എന്നുള്ള സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല. മൊത്തത്തിലൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേണ്ട, ഫോൺ ഇപ്പോൾ വേണ്ട, നമുക്ക് വേറെ എവിടെന്നെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഒന്നും നടന്നില്ല. ഫുഡെങ്കിലും നടക്കട്ടെ വിചാരിച്ച് നമ്മൾ ഞമ്മൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. പാലക്കാട് ഒരു മൊബൈൽ ഷോപ്പ് വിടാതെ എല്ലാ മൊബൈൽ ഷോപ്പിലും കയറി നോക്കിയിട്ടുണ്ടാവും. മൈജിയിൽ 2 ഫോൺ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബ്ലൂ കളറായിരുന്നു. നേരിട്ട് ബ്ലൂ കാണാൻ വലിയ രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നിട്ട് നമ്മൾ ചെന്നൈയിൽ പോയിട്ട് ചെന്നൈ മൊബൈൽസിൽ പോയിട്ട് ചെന്നൈ മൊബൈലിൽ നിന്നായിരുന്നു ഈ ഒരു ഫോണും അജിയുടെ ഫോണും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ആദ്യം മുതൽ ചെന്നൈ മതി എന്നായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ പോയി കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ പ്രീ ബുക്ക് ചെയ്തു. ഒരു സിൽവറും ഒരു ഓറഞ്ചും ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ രസം അതൊന്നും അല്ല കേട്ടോ. വേറെ കടകളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ, ഫസ്റ്റ് ഡേ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരുമായിരുന്നു. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങൾ ഓൾറെഡി കൊടുത്തു. ഇതിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ സാധനങ്ങൾ വരുള്ളൂ, അതുകൊണ്ട് ഡൗട്ടാണെന്ന്. മൊത്തത്തിൽ എന്തായി, ഓക്സിജനെ വിശ്വസിച്ച് ഇരുന്നിരുന്ന് നമുക്ക് ഫസ്റ്റ് ഡേ കിട്ടേണ്ട സാധനം 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടിയത്. സോ എന്തായാലും മൊത്തത്തിൽ ഒരു ശോക അവസ്ഥയായിരുന്നു. ദെൻ ഫാസ്റ്റ് ഫോർവേഡ് ടു 28th എൻ്റെ ഫോണ് കിട്ടി. ഞാൻ സിൽവർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഓറഞ്ച് ആയിരുന്നു അവരുടെ അവിടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സിൽവർ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും നമുക്ക് ഫോൺ കിട്ടില്ല. എൻ്റെ ഈ ഒരു ഫോണാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഫോൺ എടുക്കുന്ന ടൈമിൽ ഞാൻ ഈ ചാനലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കൂടുതൽ സ്റ്റോറേജ് വേണമെന്നൊന്നും നിർബന്ധം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ ഫോണിൽ സ്റ്റോറേജ് തീരെ തികയുന്നില്ല. ആ ഒരു മെയിൻ റീസൺ കൊണ്ടാണ് ഞാൻ പുതിയൊരു ഫോൺ എടുത്തത്. അപ്പോൾ എന്തായാലും 28ാം തീയതി പോയി നമ്മൾ എൻ്റെ ഫോൺ എടുത്തിട്ട് വന്നു. അതിൻ്റെ വീഡിയോ കണ്ടോ. ഇന്നെങ്കിലും ഫോൺ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും. ഐപാഡ് എടുക്കാൻ പോയ ദിവസം എൻ്റെ തടിയിലിതാ ഈ ഒരു കുരു വന്നു. രണ്ടാമത് ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു കുരു വന്നു. ഇപ്പം ശരിക്കും ഒരു ഫോൺ എടുക്കാൻ പോയപ്പോൾ ഇതാ നെറ്റിയിൽ അടുത്തൊരു ബൾബ്. ഇന്നാണെങ്കിൽ എനിക്ക് ആ ഫോൺ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ മതി എന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്യൂട്ടീഷ്യൻ ചെയ്യാനൊന്നും നിന്നില്ല. കുളിച്ച് മുടിയൊന്നും ഞാൻ സെറ്റ് ചെയ്തതുപോലില്ല. സാധാരണ ഞാൻ പുറത്ത് പോകുമ്പോൾ മുടിയൊന്നും സെറ്റ് ചെയ്യാതെ ഇറങ്ങാറില്ല. പക്ഷെ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് പെട്ടെന്നൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ടു. അങ്ങനെ ഒരുപാട് സെറ്റ് ചെയ്യാൻ പോലും നിന്നിട്ടില്ല. എൻ്റെ ലാസ്റ്റ് ഫോണ് ഞാൻ EMIയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും അങ്ങനെ EMI വേണ്ടാന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ പേയും കാർഡും ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു പേ ചെയ്തത്. അതാണെങ്കിൽ അടുത്ത ദുരന്തമായിരുന്നു. എൻ്റെ ബാങ്ക് വളരെ മികച്ച ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി ഓൺ സൺഡേസിൽ നല്ല ഹെവി എമൗണ്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ബാങ്ക് പണി കൊടുക്കും. എന്തായാലും സാധനം കയ്യിൽ കിട്ടി. എൻ്റെ ആണെങ്കിൽ നെഞ്ഞിടിച്ചോണ്ടേ ഇരിക്കായിരുന്നു. ദൈവമേ, ഇനി ഇതിൻ്റെ പേരിലെങ്ങാനും ഫോൺ കിട്ടാതാവൂന്ന് പറഞ്ഞിട്ട് എന്തായാലും ഫൈനലി ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടി. അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുള്ളൂ.
ഇനി ഒരെണ്ണം കൂടെ കിട്ടാനുണ്ട് സിൽവർ. ഇത് ഉള്ളില് സ്ക്രാച്ച് വരണമെന്ന് കൊറേ കേട്ടിട്ടുണ്ട്. ഇതിന്റെ പുറത്തന്നെ കംപ്ലീറ്റ് സ്ക്രാച്ച് ആണ്. അവര് ഡെമോ കാണിച്ചതുകൊണ്ട് നമ്മളൊരു കാര്യം പഠിച്ചു ഓർമ്മയില്ല, ഇതിന്റെ ഫ്രണ്ടിലുള്ള അതേപോലത്തെ ഇമേജ് ആയിരിക്കണം ആ പ്രോഡക്റ്റിലും വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവര് അതിന് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത പോലെ. അതുപോലെ ഇപ്പൊ ഇതുപോലെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഞങ്ങള് പെട്ടി തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഞങ്ങൾ അല്ലേ വീഡിയോ ഓഫ് ചെയ്ത് ശരിക്കും നമ്മൾ ഇതുപോലല്ലേ, പക്ഷെ വീഡിയോ ഓൺ ചെയ്ത് സ്റ്റാൻഡേർഡ് ആവും. അപ്പോൾ സാധനം കയ്യിൽ കിട്ടി. സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കഴിച്ച് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അതും കൂടെ വാങ്ങിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. എൻ്റെ കുടയുടെ കോലം നോക്കണ്ട, ദിസ് ഇസ് മൈ മദേഴ്സ് ഓൾഡ് കുട. എൻ്റെ കുട ഈ സാഹചര്യത്തിൽ കാണാനില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലുലുവിൽ കുറച്ച് മീറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതിന് വേണ്ടി പോയി. ബൈ ദ വേ ഇതെല്ലാം ഞാനൊരു എന്താ പറയുക ഒരു വീക്ക് ഇൻ മൈ ലൈഫ് പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. സൂൺ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ എൻ്റെ സ്റ്റോറേജ് ഇല്ലാന്നുകൊണ്ട് മെസ്സേജ് വന്നു, വീഡിയോ പോസ്റ്റ് ആയി. സോ എൻ്റെ ഫോൺ നമുക്ക് കിട്ടി. 2 ദിവസത്തിന് ശേഷം പോയി അജിയുടെ ഫോണും കൂടെ എടുത്തു. അതായത് 2 ദിവസത്തിന് ശേഷം പറഞ്ഞാൽ ഇന്നലെ 30-ാം തീയതി പോയിട്ട് നമ്മൾ അജിയുടെ ഫോണും കൂടെ എടുത്തു. അങ്ങനെ ഫൈനലി ഫോണ് തുറക്കാൻ വേണ്ടി പോവാണ്. അയ്യാ ഇത്ര ഒരു 10 ദിവസം ഇതിന് പിന്നാലെ നടന്നിട്ടുണ്ടാവും. Same dress. ഫൈനലി ഓക്സിജന് നന്ദി. 10 ദിവസം കഴിഞ്ഞിട്ട് ഫോണ് ചെന്നൈ മൊബൈൽസ് കിട്ടി. ബാഗ് ഒന്ന് എടുത്തരോ? ഷാജി നിലവില് സിൽവർ അവിടെയും കിട്ടാൻ വഴിയില്ലേ. ബില്ലടിക്കണ നേരം അവിടെ കുറെ ഫോണൊക്കെ ഉണ്ടെന്നുണ്ട് അത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. ഈ ഫോൾഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് അതിൽ യൂട്യൂബിൽ കയറി കടിൽ ക്ലൗഡ് കൊണ്ട് സെർച്ച് ചെയ്യലായിരുന്നു. എനിക്കാണെങ്കിൽ വേറെ ആൾക്കാരുടെ ഫോണിൽ നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് കാണുക, അവരെങ്ങനെയായിരിക്കും അതൊക്കെ നോക്കി കാണുക എന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് സാംസങ്ങിൽ പൊതുവേ ഫ്ലിപ്പാട്ടോ കുറച്ചുകൂടി ഇഷ്ടമുള്ളത്. ഞാൻ അന്നെപ്പോഴും ഐജിയിലോ എവിടെ പോയി കഴിഞ്ഞപ്പോൾ ഫ്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സാധനം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഫ്ലിപ്പ് വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ ഫോൾഡ് ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ മടക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു ടെൻഷനാണ്. എന്റെ പക്ഷെ വരെ കൂടുതൽ ഫസ്റ്റ് ദിവസം കിട്ടേണ്ട സാധനമായിരുന്നു. അതെ, ഓക്സിജന് നന്ദി. ശരി, അപ്പൊ നമുക്ക് പോയി അൺബോക്സ് ചെയ്യാം. ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് തുറന്നില്ല, കുറച്ച് ഈസ്തെറ്റിക് ആയിട്ടൊരു അൺബോക്സിങ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. സീറ്റ് ബെൽറ്റ് നാറിയടാ നാറി. ഞാനാണെങ്കിൽ വല്ലാത്ത ചതിയായി പോയി. വേണ്ട, ഒരാൾ സെഞ്ചി വരുന്നുണ്ട്. പച്ചക്കറിക്കാണ്. വലിയ കാര്യത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് പോയത്. ആ സൈഡിലുള്ള പുല്ലിന്റെ ഭാഗം 5 മണിക്ക് തുറക്കും എന്നുള്ളത് മറന്നുപോയി. പക്ഷെ ഇവിടെ വന്നത് എന്തുകൊണ്ടും അടിപൊളിയായും തോന്നി. കാരണം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുറെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാൻ പറ്റി. ഒരു എയ്സ്തെറ്റിക് അൺബോക്സിംഗ് പറഞ്ഞ് കോട്ടയിൽ പോയതാണ്. പുല്ല് തുറന്നിട്ടില്ല എന്നല്ല, സൈഡിൽ ഇരിക്കുന്ന പുല്ല് തുറന്നിട്ടില്ല. എനിക്കാണെങ്കിൽ 2 മണിയാകുമ്പോ വീട്ടിൽ പോവും വേണം. ഇപ്പൊ തന്നെ 1 മണിയായി. എവിടെ പോയി തുറക്കും? ഞാൻ പക്ഷെ കൊറേ ഫോട്ടോസ് ഒക്കെ നല്ലത് എടുക്കണം വിചാരിച്ചാ. കൊറേ ആൾക്കാരെ കണ്ടു. ഐ എം സോ ഹാപ്പി. മെക്ഡൊണാൾഡ്സ് പോയി ചാടപടയാൻ തുറക്കുക. എന്ത് പറയണം? അങ്ങനെയില്ല. എവിടെ പോവാ? മെക്ഡൊണാൾഡ്സ്
പൊട്ടറ്റോ ആണ്. മെക്ഡൊണാൾഡ്സിൽ എപ്പോഴും ആൾക്കാരുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവിടെ പോയി സമാധാനത്തോടെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും രസം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു സ്ഥലമില്ല, ഭയങ്കര ഇട്ട് സാധനം കൈ കിട്ടിയിട്ട് മറ്റേ സദ്യ ഫ്രണ്ടല്ല എലി ഇട്ടിട്ട് സദ്യ ഇല്ല അവരുടെ ഒരു ഫീല്. എന്തായാലും അവിടെ നിന്ന് ഒരു അൺബോക്സിങ് നടക്കില്ല എന്നുള്ള മനസ്സിലായി. ഇനി ആകെ വഴിയുള്ളത് കോട്ടയിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാന്നുള്ളതാണ്. അവിടെ ആണെങ്കിൽ 5 മണിക്ക് ഗേറ്റ് ഓർക്കുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ 2 മണിയാകുമ്പോൾ വീട് എത്തണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് എന്തായാലും വരാൻ പറ്റില്ല, കുറച്ച് ലേറ്റ് ആവും എത്താൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ 2-3 മണിക്കൂർ നമുക്ക് കളയണമല്ലോ. അപ്പോൾ പിന്നെ ഡാഡിക്ക് ഒരു ട്രിമ്മർ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ റിലയൻസിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. സാധാരണ ഞാൻ എപ്പോഴും പുറത്തു പോകാറുള്ളത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്നുള്ളൊരു ബേസിസിലായിരിക്കും. അതായത് മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഞാൻ പുറത്തിറങ്ങുക. ആ ഒരു ഇറങ്ങുന്ന ടൈമിൽ എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ പോകും. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി നിന്ന് കണ്ട് വാങ്ങാനുള്ള ടൈമൊന്നും ഉണ്ടാവാറില്ല. ഇന്നാണെങ്കിൽ 2-3 മണിക്കൂർ ചുമ്മാ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നടന്ന് എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി, ഇൻക്ലൂഡിങ് എ ബക്കറ്റ് ആൻഡ് കപ്പ്. കണ്ടപ്പോൾ നല്ല എസ്തെറ്റിക് ആയിട്ട് തോന്നിയപ്പോൾ അതുവരെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ എത്ര മടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലത്തെ പ്ലേറ്റും ഇതേപോലത്തെ എന്താ പറയുക സെറാമിക് കുക്ക് വെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആണെങ്കിൽ നല്ല വലിയൊരു വട്ട പ്ലേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ബൈ 1 get 1 ഓഫറും കൂടെ ആയിരുന്നു. എനിക്ക് ആ സാധനം കണ്ടതും ഇഷ്ടപ്പെട്ടു, ഒന്നും ആലോചിച്ചില്ല വാങ്ങിച്ചു. കാരണം ആകെപ്പാടെ 100 രൂപ എന്താ ഉണ്ടായിരുന്നുള്ളൂ. 100 രൂപയ്ക്ക് ഈ 2 പ്ലേറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് സോ ബാഡ് അല്ലേ. ഇതൊക്കെ വാൾ ഡെക്കോർ ആക്കാതെ ഇവിടുത്തെ ഡ്രസ് വെയറിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ എപ്പോഴും അങ്ങനെ അധികം വരാറില്ല. ആകെ വീട്ടിലിടാനുള്ള ഡ്രസ്സ് വല്ലതും വാങ്ങാൻ വേണ്ടി മാത്രമേ വരാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല. കാരണം താഴെ സാധനങ്ങൾ വാങ്ങാൻ തന്നെ അത്യാവശ്യം കുറേ സമയം എടുക്കും. ഇനിയിപ്പോൾ മുകളിൽ ഈ ഒരു സെക്ഷനിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ലേറ്റ് ആവില്ലേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാറേ ഇല്ല. പക്ഷെ ഇന്ന് സമയം കടലോലെ കിടക്കാണല്ലോ. എനിക്കാണെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര കുറേ ആയിട്ട് എന്താണെന്നറിയില്ല. എനിക്ക് ഷോർട്ട് കുർത്തീസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ നോർമലി ക്രോപ്പ് ടോപ്സിനേക്കാളും എനിക്ക് കംഫർട്ടബിൾ കുറച്ചുകൂടെ ലെങ്ത്തുള്ള ടോപ്സ് ഇടാൻ. പക്ഷെ ചില ടോപ്സ് ഒക്കെ ഒരുപാട് ലെങ്ത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഷോർട്ട് കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലെങ്ത്ത് ഭയങ്കര ഭംഗിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 3 ഷോർട്ട് കുർത്തീസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് വാങ്ങിയതിന് പിന്നെ ഞാൻ എപ്പോഴും ആ സാധനം തന്നെയായിരുന്നു ഇട്ടുകൊണ്ട് നടക്കുക. അപ്പോൾ ഇവിടെയും കുറേ ഷോർട്ട് കുർത്തീസ് കണ്ടപ്പോൾ അതൊന്നും ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ആ വീഡിയോന്റെ ഇൻട്രോയിൽ ഇട്ടുണ്ടായിരുന്നത്. ഇതൊന്നും ആർക്കും വേണ്ടേ? നല്ലൊരു പുല്ലന്വേഷിച്ച് കോട്ട ചുറ്റും 2 റൗണ്ട് നടന്നു. ദൂരെ കാണുമ്പോ നല്ല പുല്ല്, പക്ഷെ അടുത്തെത്തുമ്പോ ഇത് കണ്ടില്ലേ, ഫുള്ള് ചപ്പളാച്ചി പുല്ല്. കൈകാലൊക്കെ വേനിക്കണു. ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ടാണ് വീട്ടിൽ പോകാൻ. നമ്മൾ സ്ഥലമൊക്കെ കണ്ട് ട്രൈപോഡൊക്കെ വെക്കണതിന് മുമ്പ് എന്താ പറയാ സൂര്യന്റെ കാര്യത്തിൽ തീരുമാനവും തോന്നുന്നു. ഓക്കെ, എന്താ പറയാനുള്ളത്? എനിക്കാ കൊറേ കാലത്തിന് ശേഷം ഒരു പ്രോ ഓക്കെ പക്ഷെ അല്ല, എനിക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പ്രോ ആവശ്യമായിരുന്നു. കറക്റ്റായിട്ട് കിട്ടി. സോ ഐ ആം ഡീപ്ലി ഹാപ്പി. എനിക്ക് 10 ദിവസം വെയിറ്റ് ചെയ്ത് കിട്ടിയതാണ്. മാസങ്ങള് വർഷങ്ങള്. ഓപ്പൺ ചെയ്യാം. ഒരുമിച്ച് ചെയ്തിട്ട് ഇനി അവസാനം എൻ്റെ ചോട്ടി കിടക്കും. ഓക്കെ, കാണാൻ നല്ല രസമുണ്ട്. സത്യം കുഴപ്പമില്ലാട്ടാ, കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി.
ഇത് മറ്റേതാണ് iOS 26 അപ്ഡേറ്റ്. ബൈ ദ വേ, ഇത് കണ്ട് ഫ്ലെക്സിങ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഷോ കാണിക്കുകയാണെന്നോ ആരും പറയരുത്. ഞാൻ നമ്മുടെ വീഡിയോയുടെ തംബ്നെയിലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ഇതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് 1-2 കമന്റ്സ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര സങ്കടമോ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഐഡിയ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇതേപോലെ പുല്ലിലൊക്കെ ഇരുന്ന് അൺബോക്സ് ചെയ്ത് ഫോട്ടോ എടുത്ത് അതൊക്കെയായിരുന്നു തലയിലുണ്ടായിരുന്നു. പബ്ലിക് പ്ലേസിലൊക്കെ വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ആ പുല്ലിലൊക്കെ ഇരുന്ന് ഞാൻ ട്രൈപോഡ് വരെ സെറ്റ് ചെയ്തിട്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തത്. വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, മീൻസ് എന്താ വീഡിയോ എടുക്കണേന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു വീഡിയോ വേണം. ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചമ്മലും ഉണ്ട്. എന്നിട്ട് അജി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു, നീ നടന്നു പോകുന്ന ആൾക്കാരൊന്നും അല്ല കാശ് കൊടുത്ത് നിനക്ക് സാധനം വാങ്ങി തന്നത്, നമ്മൾ എന്നെ വാങ്ങിച്ചതാണ്, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്തായാലും ദ വെയിറ്റ് ഈസ് ഓവർ. ഫോണ് മാത്രമല്ല, ഇതുപോലൊരു ഹെഡ്ഫോൺ കുറേ കാലമായിട്ട് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കോംപ്ലിമെന്ററി ആയിട്ട് ആ സാധനവും കയ്യിൽ കിട്ടി. പുതിയ ഫോൺ ഇറങ്ങാനായിട്ട് ഒരു 5-6 മാസമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ ഗൈസ്. എൻ്റെ കയ്യിൽ സാധനമുണ്ട്. അങ്ങനെ ദാ iPhone 17 Pro ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രോ ഒന്നും ആലോചിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിപ്പോൾ ഇൻട്രോ ഒന്നും പറയാതെ 3 എണ്ണം ഒരുമിച്ച് കാണിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്നുകൊണ്ട് വേഗം പോയി ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്ന. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ലൈക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് എന്തായാലും ആവും. ഇപ്പോൾ ഇത്രയും നേരം കണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എടുക്കാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ്. ലൈക്ക് എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാനിപ്പോൾ വേറെ ജോലിയോ നോക്കുന്നില്ല. ഞാൻ യൂട്യൂബ് ഫുൾ ടൈം കണ്ടൻറ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണത്. ആസ് യു ഓൾ നോ, കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കാരണമാണ് നമുക്ക് പല പല ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പോരാത്തതിന് എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം അടക്കം ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഏജിന് മൂത്ത ആളാന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു തീർത്തു. വേഗം വീഡിയോസൊക്കെ പുതിയത് അപ്ലോഡ് ചെയ്യൂ, ഡിലേ ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫോർ യു ഗൈസ്, എന്താ പറയുക, എനിക്ക് അറിയില്ല, എനിക്ക് എന്ത് വാക്കാ പറയേണ്ടതെന്ന് അറിയില്ല. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ്. ആൻഡ് പിന്നെ കുറച്ച് പേർക്ക് ഞാനിങ്ങനെ ഐഫോൺ വാങ്ങുന്നു, ഗോൾഡ് വാങ്ങുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ടൈമിൽ എന്തിനാ ഇതൊക്കെ വീഡിയോ ഇട്ട് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഐ മീൻ ഇതാണ് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ. ഞാൻ കണ്ടൻറ് ക്രിയേഷനാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വലിയ വിൻസ് ആയാലും ചെറിയ ഡിഫീറ്റ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ പട്ടി ഷോ കാണിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റും പറഞ്ഞിട്ട് കാണിക്കുന്നതോ ഒന്നും അല്ല. ഇതൊന്നും ഞാൻ മനസ്സിലാലോചിച്ചിട്ട് പോലും ഇല്ല. മറ്റേ ഗോൾഡിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് 2-3 കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആലോചിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയത്. അതെനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളാണ് തോന്നുന്നു. വാട്ട് എവർ ഇറ്റ് ബി. എന്തായാലും ഓക്കെ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഈച്ച് ഓഫ് യു ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ വരുന്നതായിരിക്കും. മടി പിടിച്ച് 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഒന്നും അല്ല. പല വീഡിയോസ് നല്ല പോലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ്, ഇനി എല്ലാം കറക്റ്റായി ചെയ്യണം, അങ്ങനെ ഒരു ഫീലൊക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് യു ഗൈസ്. ഐ ലവ് യു ഗൈസ്. ഓക്കെ, ബൈ. Silhouettes of you are like a taunt. Never